ഹായ് സുഹൃത്തുക്കളെ, അപ്പൊ നാഞ്ചലൂർക്കാരന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നാഞ്ചലൂർക്കാരൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത്, നമുക്കൊരു വയൽ കിട്ടിക്കഴിഞ്ഞാൽ ആ വയലിൽ നമുക്ക് ഏതെല്ലാം കൃഷി ചെയ്താൽ ലാഭത്തിന് കൃഷി ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞാനിതാ ഇപ്പൊ ഈ ഒരു വയൽ എടുത്തിട്ടുണ്ട്. ഏകദേശം 15 സെന്റ് ഉള്ള ഈ വയൽ ഞാൻ എടുത്ത് കൃഷി ചെയ്യാൻ തുടങ്ങിയ സമയത്ത് വളരെ നഷ്ടത്തിലായിരുന്നു. ഇപ്പൊ ഞാൻ ഒരു പ്രത്യേക രീതിയിലാണ് ഈ കൃഷി ചെയ്യുന്നത്. കാരണം ചീര, വെള്ളരി, വെണ്ട, പയറ്, രസകദളി വാഴ, നമ്മുടെ റോബസ്റ്റ വാഴ, ഇങ്ങനെ വിവിധ തരം കൃഷി ഞാൻ ഈ 15 സെന്റിനകത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ വെള്ളരി കൃഷിയാണ് ആദ്യം ചെയ്തിരുന്നത്. അപ്പൊ വെള്ളരി കൃഷി ചെയ്ത സമയത്ത് എനിക്ക് അത്യാവശ്യം ഞാനൊരു കുറച്ച് ഒരു 10-15 മൂട് മാത്രമേ വെള്ളരി കൃഷി ചെയ്തുള്ളൂ. അത്യാവശ്യം ഒരു 10,000 രൂപയുടെ കൃഷി വെള്ളരി ഞാൻ ഇതിനകത്തുനിന്ന് വിറ്റു. അപ്പോൾ ഈ ഒരു കണ്ടത്തിൽ നിന്ന് ഒരു 3 മാസം അല്ലെങ്കിൽ 1.5 മാസം കൊണ്ട് എനിക്കൊരു 1000 രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ കപ്പയൊക്കെ നടുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം എടുത്താൽ പോലും 1000 രൂപയ്ക്ക് നമുക്ക് വിറ്റൊന്നും വരില്ല. അപ്പം ഇനി എനിക്ക് ഒരു 3-4 പ്രാവശ്യം ഈ കണ്ടത്തിനകത്ത് കൃഷി ചെയ്യാം. അപ്പം പച്ചക്കറി കൃഷി എന്ന് പറയുന്നത് നഷ്ടമുള്ള കാര്യമല്ല എന്ന് ഈ വെള്ളരി കൃഷിയുടെ ഈ ഒരു കണ്ടം ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. രണ്ടാമത് നമ്മൾ നട്ടതെന്ന് പറയുമ്പോൾ വെണ്ടയാണ്. അപ്പം വെണ്ട എന്ന് പറഞ്ഞാൽ വെണ്ട ആദ്യം നട്ടതിന് ശേഷമാണ് നമ്മൾ ഈ വെള്ളരി നട്ടത്. അപ്പൊ വെണ്ട നട്ട് വിളവെടുത്ത് ഏകദേശം പകുതി ആയപ്പോഴാണ് വെള്ളരി കൃഷിയിലേക്ക് വന്നത്. അപ്പോൾ ആ സമയത്ത് വെള്ളരി പടർന്നു പിടിച്ചു. അപ്പോൾ വെണ്ടയും വെള്ളരി എല്ലാം കൂടി നമ്മളൊരു കറിക്കുള്ളതൊക്കെ നമ്മൾ കൊടുത്തു. അങ്ങനെ വെണ്ട നമ്മൾ അത്യാവശ്യം നല്ല ആനക്കൊമ്പൻ വെണ്ടയാണ് നമ്മൾ ഇവിടെ നട്ടിരുന്നത്. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു വെണ്ട വിത്തായിരുന്നു. ഹൈബ്രിഡ് വിത്തൊന്നുമല്ല, നല്ല രീതിയിലുള്ള വിത്തായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ കായ്ക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് വന്നപ്പോൾ ഇത്തരത്തിലുള്ള മൊസൈക്ക് രോഗം എന്ന് പറയുന്ന ഒരു രോഗം വന്നു. അപ്പം ഞാൻ പിന്നെ ഇത് ലാസ്റ്റിൽ മെഡിസിൻ ഒന്നും അടിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിഞ്ഞു. അതിൻ്റെ ഇലയൊക്കെ വാടി പോയി കഴിഞ്ഞു. പിന്നെ നമ്മൾ അതിൽ ശ്രദ്ധിക്കാൻ പോയില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഞാനിവിടെ വിത്തിന് വേണ്ടി കുറേ നിർത്തിയിട്ടുണ്ട്. വിത്തിന് വേണ്ടി ഒരുപാട് വെണ്ട നിർത്തിയിട്ടുണ്ട്. ഇപ്പോഴും കാച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇതിപ്പോൾ എടുക്കുന്നത് ഇത് നമുക്ക് ചീത്തയായതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. അടുത്ത് നമ്മൾ പറയാനുള്ളത്, നമ്മൾ ഒരു 2-3 കണ്ടത്തിൽ നിറച്ച് ചീര വിത്ത് പാകി. അപ്പൊ ചീര വിത്ത് പാകിയ സമയത്ത് ചീര നമുക്ക് വളരെയധികം ലാഭത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ സാധിച്ചു. അപ്പം ഒരുപാട് നമ്മൾ വിളവെടുത്തു. ഞാൻ പച്ചച്ചീര ഇട്ടിട്ടുണ്ട്, ചുവപ്പ് ചീര ഇട്ടിട്ടുണ്ട്, വ്ളാത്താങ്കര ചീര ഇട്ടിട്ടുണ്ട്. വ്ളാത്താങ്കര ചീര എന്ന് പറഞ്ഞാൽ പട്ടിച്ചീരയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ കുറേയൊക്കെ അറുത്ത് പറക്കി വിറ്റു. അപ്പം ഇടയ്ക്ക് മഴ പെയ്ത സമയത്ത് മണ്ണിലുണ്ടായിരുന്ന ഒരു ഫംഗസ് നമ്മുടെ ചീരയിലൊക്കെ പിടിച്ചു. അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റാതെ പോയതിന്റെ ഭാഗമായിട്ട് അത് ചീരയുടെ ഇലയൊക്കെ പുള്ളി അടിച്ചു. അപ്പൊ ഞാൻ അത് ഇത് ചീരയുടെ ഇലയൊക്കെ പുള്ളി അടിച്ചതാണ്. അപ്പൊ ഇത് ഇനിയിപ്പം വിത്തിനാണ് നിർത്തിയിരിക്കുന്നത്. അപ്പൊ നല്ല വിത്ത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നമ്മളെ സ്യൂഡോമോണസൊക്കെ അടിച്ച് റെഡിയാക്കി ആ ഇടയിലെ പുല്ലൊക്കെ പറിച്ച് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ റെഡിയാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് വിത്തെടുക്കാൻ സാധിക്കും. വിത്ത് നമ്മൾ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ ധാരാളം പൈസ കിട്ടും. അപ്പൊ ചീര വിൽക്കുന്നതിനേക്കാളും കൂടുതൽ കാശ് കിട്ടും. ഈ വിത്തൊക്കെ കണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ അരുൺ ചീരയുടെ വിത്താണ്. അപ്പൊ ഈ അരുൺ ചീരയുടെ വിത്ത് നമ്മൾ ഇങ്ങനെ എടുത്ത് ഉണക്കി പറക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ഒരുപാട് വിത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. 1 കിലോയ്ക്ക് ഏറ്റവും കുറഞ്ഞത് 1500 രൂപയ്ക്ക് പുറത്ത് നമുക്ക് വിത്തിന് കിട്ടും. പിന്നെ സുന്ദരി ചീര ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് തരം ചീരകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ പച്ചച്ചീരയും ഡെയിലി 10-20-30 രൂപയ്ക്കൊക്കെ വിൽക്കും. പച്ചച്ചീരയും കൊണ്ടുവന്നാൽ അതിന് വിപണിയുണ്ട്. നല്ല സൈസുള്ള ചീരയാണ്, അതുകൊണ്ട് അതിന് വിപണിയുണ്ട്. അപ്പൊ ഇത് നമ്മുടെ രസകദളി തോട്ടമാണ്. അപ്പൊ രസകദളി തോട്ടം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഞാൻ ഇത് 2ാമത്തെ ടൈം വിൽപ്പനയാണ്. ഞാൻ ഇടയ്ക്ക് എൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, രസകദളിയുടെ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രസകദളി ഇപ്പം കൊലച്ചുകൊണ്ടിരിക്കുന്നു. രസകദളിയുണ്ട്, നമുക്ക് പാളയംകുടൻ എന്ന് പറയുന്ന ഒരു വാഴയുണ്ട്, പിന്നെ റോബസ്റ്റയുണ്ട്. അപ്പൊ ഈ 3 വാഴയാണ് നമുക്ക് ഇതിനകത്ത് നട്ടിട്ടുള്ളത്. പക്ഷെ രസകദളിയാണ് ഏറ്റവും കൂടുതൽ നട്ടിട്ടുള്ളത്. അപ്പൊ ഇത് അത്യാവശ്യം എനിക്ക് വിളവ് കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ 2ാം കുറ്റിയായിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ആ രസകദളി വാഴയുടെ ഇത് ഞാൻ 14 സെന്റിനകത്ത് ചെയ്യുന്ന കുറച്ച് കൃഷിയുടെ ഭാഗങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പം ഞാൻ അടുത്തൊരു പോർഷൻ കാണിക്കാൻ പോകുന്നത് നമ്മളെ പയർ കൃഷിയാണ്. അപ്പോൾ പയർ കൃഷി ഞാൻ അത്യാവശ്യം പയർ കൃഷിയിൽ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഇത് പയർ നട്ടിരിക്കുകയാണ്. അപ്പം പയറിന്റെ വീഡിയോ ഞാൻ ഇപ്പം തന്നെ ഇതിന് തൊട്ട് മുമ്പിലുള്ള വീഡിയോസിൽ പയറിന്റെ ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് പുല്ലൊക്കെ പറിച്ച് ഇതിന് നമ്മൾക്ക് ഇനി അവധി ദിവസം 2 ദിവസം കിട്ടുന്നുണ്ട്. അപ്പൊ 2 ദിവസം നമുക്ക് വളമൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് എടുത്ത് കായ്ഫലം കൂട്ടാനുള്ള സംവിധാനമൊക്കെ ചെയ്യണം. ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്, എനിക്കൊരു ജോലിയുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കിട്ടുന്ന ഒരു 5 മണി മുതൽ 6:30 വരെയുള്ള 1.5 മണിക്കൂർ സമയമാണ് ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. ശരീരത്തിന് നമുക്ക് എക്സസൈസും
പിന്നെ നമുക്ക് നല്ല ഭക്ഷണവും കഴിക്കാൻ സാധിക്കും. ഇതിന് ഞാൻ അങ്ങനെ വിഷമൊന്നും പറയത്തക്ക രീതിക്കുള്ള ഒരു വിഷമരുന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ജൈവ പദാർത്ഥങ്ങൾ തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം എൻ്റെ കമൻറ്റുകളിൽ തെറ്റിദ്ധരിച്ച ആളുകൾ ഒരുപാട് പേര് അങ്ങനെ വിഷമരുന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, വിഷമരുന്ന് ഞാൻ ഉപയോഗിക്കുന്നില്ല. പിന്നെ കിളി ശല്യമൊക്കെ ഒരുപാട് കൂടുതലുണ്ട്. അതൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇന്നിപ്പോൾ ഒരു റോബസ്റ്റ വിളഞ്ഞു നിൽക്കുകയാണ്. ഈ റോബസ്റ്റ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇതിന്നിപ്പം മുറിച്ച് നമുക്ക് വിപണിയിൽ കൊടുക്കണം. വിപണിയിൽ കൊടുക്കുമ്പോൾ അത്യാവശ്യം വിലയൊക്കെ കിട്ടും, കുഴപ്പമില്ല. ഇതേപോലുള്ള നിരവധി കൃഷികൾ നമുക്കൊരു 14 സെന്റിനകത്ത് ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ അത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നമുക്കൊരു 10-200 രൂപയ്ക്കകത്ത് വരുമാനം കിട്ടുന്നുണ്ട്. അത് എല്ലാ ദിവസവും മുടങ്ങാതെ കിട്ടുന്നതാണ്. ചില ദിവസങ്ങളിൽ 1000 കിട്ടും, ചില ദിവസങ്ങളിൽ 500 കിട്ടും, ചില ദിവസങ്ങളിൽ ഒന്നും കിട്ടില്ല, ചില ദിവസങ്ങളിൽ പിന്നെ 2000 കിട്ടുന്ന ദിവസം ഉണ്ടായിരിക്കും. നമ്മൾ കൊല മുറിക്കുമ്പോൾ ചിലപ്പോൾ 10-15 കൊലയൊക്കെ മുറിക്കുമ്പോൾ 2000-3000 ഒക്കെ കിട്ടും. അത് എല്ലാം കൂടി കണക്കാക്കുമ്പോൾ 200 രൂപ വരെ ശരാശരി നമുക്ക് വരുമാനം, ശരാശരി 200 രൂപ ഡെയിലി വരുമാനമാകുമ്പോൾ ഒരു 15 സെന്റ് വയലിനകത്ത് നിന്നുകൊണ്ട് ഞാൻ ഇത്രയും ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളൊന്ന് കണക്കാക്കുക. ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ കിളയ്ക്കുന്നത് ഞാനാണ്, വീഡിയോ എടുക്കുന്നത് ഞാനാണ്. അപ്പോൾ അത്യാവശ്യം ചില സമയങ്ങളിൽ എന്നെ സഹായിക്കാൻ വേണ്ടി കൂടെ എൻ്റെ മകനും മറ്റുള്ള ആൾക്കാരും ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അധിക നേരവും ഞാൻ ഒറ്റയ്ക്കാണ് ഇത് ഇവിടെ നിന്ന് ചെയ്യുന്നത്. ജോലി ചെയ്യുന്നതും ഒറ്റയ്ക്ക്. ഞാനിവിടെ ഒരു FM ഒക്കെ ഇട്ട് അങ്ങ് രസിച്ച് നല്ല രസകരമായിട്ട് നല്ല രീതിയിൽ നിന്ന് ഒരു എൻ്റർടൈൻമെൻ്റ് അങ്ങ് ചെയ്യും. കാര്യം വേറെ ഒന്നിനെക്കുറിച്ച് ഒരു ചിന്തയില്ലാത്ത രീതിക്ക് ഇവിടെ നിന്ന് ജോലി ചെയ്യും. അപ്പോൾ അതിൽ കിട്ടുന്ന ഒരു സുഖം അത് വേറെയാണ്. അപ്പോൾ അതെല്ലാം ചെയ്ത് ഇതിനോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെയധികം സ്നേഹത്തോടു കൂടി നിന്ന് ഇവരെയൊക്കെ നമ്മൾ തലോടിക്കൊണ്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കൃഷി, നല്ല വിളവ്, നല്ല മനസ്സമാധാനം ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു സുഖം അത് കൂലി കൊടുത്ത് ചെയ്താൽ കിട്ടില്ല എന്ന് ഉറപ്പുണ്ട്. യൂട്യൂബ് ചാനലിൽ നാഞ്ചലൂർക്കാരൻ എന്നാണ്. അപ്പോൾ ഫേസ്ബുക്കിനകത്ത് ഞാൻ ഈ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, യൂട്യൂബിനകത്തുണ്ട്, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാം എല്ലാത്തിലും ഞാൻ ഇതിലെ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാഞ്ചലൂർക്കാരൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒരു കാര്യം, നിരവധി വീഡിയോസ് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ എടുത്ത് യൂട്യൂബ് ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കണം. ഒരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അടുത്ത വീഡിയോ മുതൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ഞാൻ തരുന്നതായിരിക്കും. കൃഷിയെ ആഗ്രഹിക്കുന്നവർക്ക്, കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം ഞാനൊരു സർപ്രൈസ് തരുന്നതായിരിക്കും. അതെനിക്ക് കൃഷി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ എൻ്റെ ചാനൽ വിജയിപ്പിക്കാനോ അല്ലെങ്കിൽ അതുവഴി എനിക്ക് ഒരുപാട് സമ്പാദ്യം നേടുവാനോ വേണ്ടിയല്ല. അത് നിങ്ങളും ചെയ്യണം എന്നൊരാഗ്രഹം എനിക്കുള്ളത് കൊണ്ട്. അപ്പം അടുത്ത വീഡിയോ വരും വരയ്ക്കും വണക്കം.